നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൻ്റെ കലകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? കഥകളി, തിരുവാതിരകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, ഇതൊക്കെയാണല്ലോ അല്ലേ? എന്നാൽ സമ്പന്നമായൊരു ഗോത്രകലാ സംസ്കാരവും കേരളത്തിനുണ്ട്. അതായത് വളരെ വ്യത്യസ്തമായൊരു കലകൾ ഈ വിഭാഗത്തിലുണ്ട്. അത്തരം കലകളെ പരിചയപ്പെടുത്തുകയാണ് ഗദ്ദിക. ഈ ഗദ്ദിക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥമെന്നറിയാവോ? ശാന്തിയും സമാധാനവും. കലകളെല്ലാം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാണല്ലോ അല്ലേ? നമുക്ക് കാണാം ഗോത്രസമ്പന്നമായ ആ കലാരൂപങ്ങൾ. കേരളത്തിൻ്റെ സംസ്കാരത്തിലേക്കും ഐതിഹ്യങ്ങളിലേക്കുമെല്ലാം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒട്ടനവധി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കഥകൾക്കും നിറങ്ങൾക്കും താളങ്ങൾക്കും ഒന്നും അവിടെ ഒരു പഞ്ഞവുമില്ല. ചില നാട്ടുകഥകൾ ഹിറ്റ് സിനിമകൾക്കും പ്രമേയമാകുന്നുണ്ട്. വിശ്വാസങ്ങൾക്കും അതിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന അനുഷ്ഠാനങ്ങൾക്കും പിന്നാലെ രൂപം കൊണ്ടതാണ് നാടൻ കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് ഗോത്രകലകൾ. അനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ലാതെ വിനോദത്തിനായി മാത്രമുള്ള കലാരൂപങ്ങളുമുണ്ട്. ചില ഗോത്രകലകളെ അടുത്തറിയാനുള്ള അവസരമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗദ്ദിക 2025. പണിയ സമുദായത്തിന്റെ വാദ്യോപകരണമാണ് തുടിയും കുഴലും. ഇന്ന് കലോത്സവ വേദികളിലും തുടിയും കുഴലും വലിയ പ്രചാരം നേടിക്കഴിഞ്ഞു. വയനാട് അമ്പലവയൽ സ്വദേശികളായ സഹോദരങ്ങൾ കുഞ്ഞികൃഷ്ണനും ദാസനും സുനിലുമാണ് മേളയിൽ തുടിയും കുഴലും തത്സമയം നിർമ്മിച്ചു നൽകുന്ന ഒരു വിപണന സ്റ്റാൾ ഒരുക്കിയത്. കമ്പളം വയനാട് എന്നാണ് ഇവരുടെ സംരംഭത്തിന്റെ പേര്. പണിയാ നൃത്തത്തിനാണ് പ്രധാനമായും തുടിയും കുഴലും ഉപയോഗിക്കുക. വയനാടൻ കാർഷിക പാരമ്പര്യത്തിന്റെ അടയാളങ്ങളാണ് തുടിയും കുഴലും. പുരുഷന്മാർ പാടവരമ്പത്ത് നിന്ന് തുടിയും കുഴലും വായിക്കും. സ്ത്രീകൾ പാട്ടുപാടി നൃത്ത ചുവടുകളുമായി വയലിൽ ഞാറ് നടും. കമ്പളനാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലിൽ കൂടെ ഞാറ് നടുമ്പോൾ കമ്പളം കൊട്ടാൻ വേണ്ടിയിട്ട് ഉള്ള തുടിയുണ്ട്, കല്യാണത്തിന് കൊട്ടുന്ന തുടിയുണ്ട്. ഇതിനൊക്കെ ഓരോ താളങ്ങളാണ്. വട്ടക്കളിക്കുള്ള താളങ്ങൾ വേറെയാണ്, കുഴൽ വിളിക്കുന്നതും വേറെ ടൈപ്പിലാണ്. അപ്പോൾ 2 രീതിയിലും 3 രീതിയിലൊക്കെ കുറേ താളങ്ങൾ, തുടിക്ക് താളങ്ങൾ ഒരുപാട് താളങ്ങളുണ്ട്. ചെണ്ട വരെ നമുക്ക് തുടിയിലടിക്കാം. അത് നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളായിട്ടുള്ള പണി സമുദായത്തിൻ്റെ ആഗ്രഹം. അടുത്ത തലമുറയ്ക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കളരികളൊന്നും ഇല്ല. ഞങ്ങൾ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് ഒരു വരുമാന മാർഗം കൂടിയാണിത്. കുമിൾത്തടി ഉപയോഗിച്ചാണ് മുൻകാലങ്ങളിൽ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇന്ന് കുമിൾ ലഭിക്കാത്തതിനാൽ പ്ലാവിൻ തടിയിലാണ് നിർമ്മാണം. ആടിന്റെ തോലാണ് തുടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പി പഴുപ്പിച്ചാണ് ഉപകരണങ്ങളിൽ തുളയിടുന്നത്. വലിയ തുടിക്ക് 4500 രൂപയും കുഴലിന് 1500 രൂപയുമാണ് വില. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പണിയാ നൃത്തം മത്സര ഇനമായതോടെ തുടിയും കുഴലും വാങ്ങാൻ ആളുണ്ട്. കുഞ്ഞികൃഷ്ണനും സഹോദരങ്ങൾക്കും അച്ഛനിൽ നിന്നാണ് ഈ വാദ്യോപകരണങ്ങളുടെ ബാലപാഠങ്ങൾ പകർന്നു കിട്ടിയത്. സ്റ്റാളുകൾ കാണാൻ വരുന്നവർക്ക് മുൻപിൽ ഇവർ ഉപകരണങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. അച്ഛൻ്റെ മരണശേഷമാണ് നമുക്ക് അച്ഛൻ തന്നൊരു തനതായൊരു ജീവിത രീതിയാണ്. അത് നമ്മൾ മുന്നോട്ടേക്ക് നമ്മളിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. തൊടിയായിട്ട് കുഴൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം പാലയാണ്. പാല ഞങ്ങളുടെ തനതായ നൃത്തരൂപങ്ങളാണ്. വട്ടക്കളി ഞങ്ങൾക്ക് മരണാനന്തര ചടങ്ങിന് 12ാം വയസ്സ് കല്യാണമുണ്ട്, കെട്ട് കല്യാണമുണ്ട്, നമ്മുടെ ദൈവക്കോള്, അടിയന്തര പരിപാടികൾ, അതിനെല്ലാം ഞങ്ങൾക്ക് ഈ വട്ടക്കളി എന്ന് പറഞ്ഞ നൃത്തരൂപം എന്തായാലും ഞങ്ങൾക്ക് അവതരിപ്പിച്ചേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെയുള്ള ചടങ്ങിലേക്ക് ഞങ്ങൾ നിൽക്കുകയുള്ളൂ. ഗദ്ദികയിൽ അവതരിപ്പിച്ച മറ്റൊരു രസകരമായ കലാരൂപമാണ് ഊരാളിക്കൂത്ത്.
ഇടുക്കി ജില്ലയിലെ ഊരാളി സമുദായത്തിലെ അംഗങ്ങൾ വിനോദത്തിനു വേണ്ടി നടത്തുന്ന കലാരൂപമാണ് ഊരാളിക്കൂത്ത്. ഓണം, വിഷു, ശിവരാത്രി എന്നീ വിശേഷ ദിവസങ്ങളിലും വിവാഹ തലേന്നും മരണാനന്തര ചടങ്ങുകളിലും ഊരാളിക്കൂത്ത് നടത്തുന്നു. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ച് ഈ കണ്ണകി കോവിലും വിഷയം ഇടുക്കി ജില്ലയിൽ മന്നാങ്കൂത്തിലും അതുപോലെ തന്നെ മുഴുവാങ്കൂത്തിലും എല്ലാം ഈ പ്രധാന വിഷയമായി വരുന്നുണ്ട്. കൃത്താഴ്സ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഊരാളിക്കൂത്തിന് പ്രത്യേക പരിശീലന പഠനക്കളരി നടന്നിരുന്നു. ഇതിൻ്റെ പാട്ടുകൾ അറിയുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു വരികയാണ്. പരമ്പരാഗതമായി പാടിയിരുന്ന കലാകാരന്മാരും അതുപോലെ തന്നെ അത് പാട്ടറിയുന്നവരും കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ യുവജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശീലന പഠനക്കളരി സംഘടിപ്പിച്ചത്. ഇവർക്ക് സ്ത്രീകൾ നൃത്തം ചെയ്യുകയും പുരുഷന്മാർ പാട്ടുപാടുകയും ചെയ്യുന്നതാണ് ഊരാളിക്കൂത്തിന്റെ രീതി. വായ്പാട്ടിനൊപ്പം മത്താളം, കിന്നീരം, ജാലറി തുടങ്ങിയ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുന്നു. തന്ത്രിവാദ്യമാണ് കിന്നീരം. മുള കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു നാടകാവിഷ്കാരത്തിന്റെ കഥയും രീതികളുമാണ് ഊരാളിക്കൂത്തിനുള്ളത്. കണ്ണകിയുടെയും കോവലന്റെയും മാതപ്പെണ്ണിന്റെയും ഒക്കെ അധികമാരും കേൾക്കാത്ത കഥയാണ് ഊരാളിക്കൂത്തിൽ പറയുന്നത്. പുരുഷന്മാർ വാദ്യക്കാരും സ്ത്രീകൾ കളിക്കുകയും ചെയ്യുന്നു. കാലത്തിനനുസരിച്ച് ഇവരെ പാട്ടിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. തെങ്ങുംതോപ്പ്, കവുങ്ങുംതോപ്പ് ഒക്കെ കടന്നിട്ടാണ് വന്നത്. പുതിയ കാലത്തിലെ പാട്ടുകൾ റബ്ബർ തോട്ടങ്ങളാണ് പറയുന്നത്. കാരണം പാട്ടിൻ്റെ കാലം അനുസരിച്ച് പ്രകൃതി മാറി വരുന്നുണ്ട്. തമിഴും മലയാളവും ഇടകലർന്ന ഗോത്രഭാഷയിലാണ് ഊരാളിക്കൂത്തിന്റെ ഗാനങ്ങൾ. എല്ലാം വാമൊഴിയിൽ പകർന്നു കിട്ടിയവ തന്നെ. ഇത്തരം ഭാഷകൾ കൂടി ഗവേഷണ വിഷയമാക്കിയാൽ ഇതുവരെ കേൾക്കാത്ത അനവധി നാടോടി കഥകൾ കേൾക്കാൻ സാധിക്കും. ഏ കുട്ടി ഏൻ കഴുതേ ഏൻ മുത്തു എന്നെന്ന വേണമടി എന്നെന്ന വേണമതി കാതുക്കു ലോലകൾ പൊട്ടുകീറേ കാതിലെ പൊട്ടുകീറേൻ. അതെ, അത് മന്നാം ഭാഷയാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഊരാളിക്കൂത്തിൽ ഊരാളി ഭാഷ. ഓരോ സമുദായത്തിനും കേരളത്തിലെ എല്ലാ ഗോത്ര വിഭാഗക്കാരും അവരുടേതായ തനത് ഭാഷ അവർ സംസാരിക്കുന്നുണ്ട്. നമ്മളോട് സംസാരിക്കുമ്പോൾ അത് സംസാരിക്കുന്നില്ല, പക്ഷേ തനത് ഭാഷ അവർക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് നിണബലി. പ്രേതബാധ ഒഴിപ്പിക്കാനും സന്താന ലബ്ധിക്കും വേണ്ടിയാണ് നിണബലി കെട്ടിയാടുന്നത്. മലയ വിഭാഗത്തിലെ ആളുകളാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഉഗ്രരൂപിണിയായ കാളി കരിങ്കാളിയായി മാറുന്നതും ബലിത്തട്ടിൽ വെച്ച് ദാരികനെ കൊല്ലുന്നതുമായ ഭാഗമാണ് പ്രധാനമായും അവതരിപ്പിക്കുക. കഥയിലും അലങ്കാരങ്ങളിലുമെല്ലാം മുടിയേറ്റിനോട് ഏറെ സാദൃശ്യമുള്ള കലാരൂപമാണ് നിണബലി. ഇപ്പോൾ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ബലി ഉച്ചാടന കർമ്മം എന്ന് പറയാം. പണ്ട് പ്രേതബാധ ഒഴിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും ബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിണബലി നടത്തി വന്നിരുന്നത്. അനുഷ്ഠാന കലാരൂപമായതുകൊണ്ട് തന്നെ തനത് രീതിയിൽ നിണബലി അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് ചടങ്ങുകളുണ്ട്. ശുദ്ധി വരുത്തിയ മുറ്റത്ത് പന്തലിട്ട് തൂണുകൾ അലങ്കരിക്കുന്നു. അവൽ, മലർ, ശർക്കര, ഇളനീർ, തേൻ, മദ്യം, തേങ്ങ തുടങ്ങിയവ വാഴയിലയിൽ സമർപ്പിക്കുന്നു. ഒരു പകൽ നീണ്ടു നിൽക്കുന്ന തുകലുഴിച്ചിൽ എന്ന ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ടാണ് നിണബലി ആരംഭിക്കുന്നത്. ശരീരത്തിൽ ചോളപ്പൊരിയുമായി അലർച്ചയോടെയാണ് ദാരികന്റെ രംഗപ്രവേശം. ദാരികന്റെ ഭീകരരൂപം കാഴ്ചക്കാരിൽ ഭയം ജനിപ്പിക്കും. ഇതെല്ലാം തന്നെ മുടിയേറ്റിനോട് സമാനമാണ്. വേഷവും അതിൻ്റെ നിറങ്ങളുമെല്ലാം മുടിയേറ്റുമായി അടുത്തു നിൽക്കുന്നു. കോഴീനെ അറുത്ത് ചോര കുടിക്കുന്നതെല്ലാം നിണബലിയിൽ സാധാരണ അവതരിപ്പിച്ച് വരുന്നത്. കാളിയുടെ പ്രത്യേക വേഷം ദാരികൻ്റെ വേഷമായിട്ട് തന്നെ നമുക്കിത് കാണാൻ കഴിയും. ഗദ്ദികയിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളായിരുന്നു നായാടിയും പൊറാട്ടും. പാലക്കാട് ജില്ലയിലെ പട്ടികജാതിക്കാരായ പാണൻ സമുദായക്കാർ ദേശത്തെ കാവുകളിലെ വേലപൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നടത്തുന്ന കലാരൂപമാണ് പാൺപൂതം നായാടി.
വീട് വീടാന്തരം കയറി ഇറങ്ങിയാണ് ഈ കലാരൂപം ചെയ്യുന്നത്. തുടി, കയ്യലക തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കളി കഴിയുമ്പോൾ വീടുകളിൽ നിന്ന് ഇവർക്ക് അരിയും നെല്ലും പണവും നൽകും. പൂര ദിവസം ക്ഷേത്രത്തിലെത്തി വിസ്തരിച്ച് കളിച്ചാണ് ഇത് അവസാനിപ്പിക്കുക. പൊറാട്ട് നാടകം അല്ലെങ്കിൽ പൊറാട്ട് കളി, അതല്ലെങ്കിൽ ശങ്കര നായാടി, പൊറാട്ട് പറഞ്ഞാൽ അമ്പലം മതിൽക്കെട്ടിൻ്റെ പുറത്തുള്ള ആട്ടം, അത്രയേ ഉള്ളൂ. പുറം പ്ലസ് ആട്ടം. എന്താണ് ഈ പാണ പൊറാട്ടെന്നും എന്താണ് ഈ നായാടി കളിയെന്നും അറിയണ്ടേ? അമ്പലമതിൽക്കെട്ടിന് പുറത്ത് പാടത്തും പറമ്പിലുമുള്ള ആട്ടമാണ് പൊറാട്ട്. നാടുവാഴി കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ നിന്നും പുറത്താക്കിയ കീഴാളരുടെ നാടകമെന്നാണ് പൊറാട്ട് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാരൂപമായാണ് വിലയിരുത്തൽ. പുരുഷന്മാരാണ് അരങ്ങിലെത്തുന്നത്. സ്ത്രീവേഷങ്ങളും കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാർ തന്നെ. പളിയാ നൃത്തം, കൊറകാ നൃത്തം, സ്വതോദിമി, ചിമ്മാനകളി, ആണ്ടിക്കളി, വെള്ളാട്ട് തുടങ്ങി നിരവധി ഗോത്രകലകൾ ഇനിയും പരിചയപ്പെടാനുണ്ട്. ഒന്നന്വേഷിച്ചിറങ്ങിയാൽ മഹാത്ഭുതങ്ങൾ കാണാം. എങ്കിലും കൊച്ചിക്കാർക്ക് ചിലതെങ്കിലും അടുത്തറിയാനുള്ള അവസരമായിരുന്നു ഗദ്ദിക 2025.